നമസ്കാരം. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വാർത്തയായി വന്നിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇസ്രായേലിലെ സാധാരണക്കാരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. നിങ്ങളുടെ വീടുകളും ബങ്കറുകളും ഒക്കെ തകർന്നു വീഴുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. കാരണം ഞങ്ങൾ യുദ്ധക്കുതിയന്മാരല്ല. നിങ്ങളെ ആക്രമിക്കണമെന്നുള്ള ഒരു ഉദ്ദേശവും ഞങ്ങൾക്കില്ലായിരുന്നു. ഒരിക്കലും യുദ്ധം എന്ന ഒരു ചിന്ത കൊണ്ട് നടക്കുന്ന ആളുകളല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സമാധാനപ്രിയരാണ്. പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഭരണാധികാരികൾ ചോദിച്ചു വാങ്ങിച്ചതാണ് ഈ യുദ്ധം. അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ നടത്തുന്ന ആക്രമണം നിങ്ങളുടെ ഭരണാധികാരികൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്മാനമാണ്. ഇത് ഞങ്ങൾ ഒരിക്കലും തരണമെന്ന് വിചാരിച്ചതല്ല. ഞങ്ങളുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മരിച്ചു വീഴുകയാണ്. അവരുടെ ആ ചോരയ്ക്ക് ഞങ്ങൾ പകരം ചോദിക്കേണ്ടതുണ്ട്. കാരണം ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ തിരിച്ചടിക്കുന്നത്. ജനവാസ മേഖലകളൊക്കെ ലക്ഷ്യം വെക്കുന്നത് അത്തരത്തിലുള്ള നിങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ നിങ്ങളുടെ ഭരണാധികാരികൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് നടത്തുന്നത് കൊണ്ടാണ്. ഞങ്ങൾക്കും ജീവിക്കണം, ഞങ്ങൾക്കും പിടിച്ചു നിൽക്കണം, വേറെ വഴിയില്ല എന്നാണ് അബ്ബാസ് അരാക്ചി പറഞ്ഞത്. അദ്ദേഹം എന്താണ് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ പറയാനുണ്ടായ ഒരു സാഹചര്യം എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇസ്രായേലിലെ ഒരു ഗവർണർ, ഈറ്റൻ ഡേവിഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കരഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചാനൽ 12 പറയുകയുണ്ടായി. ഇസ്രായേലിലെ ഒരു ചാനലാണ്. ഈ വീഡിയോ പുറത്തു വന്നപ്പോഴാണ് ഇവിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇങ്ങനെ പറഞ്ഞത്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ഈറ്റൻ ഡേവിഡ് പറഞ്ഞത്: ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കൂ. ഇറാന്റെ ആക്രമണം അത് എല്ലാ സമയത്തും ഉള്ളതുപോലെയല്ല, അതിശക്തമായ ആക്രമണമാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ വീടുകളൊക്കെ തകർന്നുപോയി. ഇനിയും ഈ യുദ്ധം മുന്നോട്ട് പോയാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഈ വീഡിയോ എന്തായാലും ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിലും അങ്ങനെയാണ്. ഇസ്രായേലിനകത്ത് അവരുടെ പ്രശ്നങ്ങളൊന്നും മറ്റുള്ള ആളുകളുമായി പങ്കുവെക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെ അവിടുത്തെ നാശനഷ്ടങ്ങൾ അത് പുറം ലോകം അറിയുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അവർ ഈ വീഡിയോ റിമൂവ് ചെയ്തു. ഈ വീഡിയോ ഇപ്പോൾ നിലവിലില്ല. എന്തായാലും അബ്ബാസ് അരാക്ചി ഇവിടെ ഇസ്രായേലികളോട് ഇങ്ങനെ പറയാനുണ്ടായ ഒരു സാഹചര്യം ഈറ്റൻ ഡേവിഡിയുടെ കരച്ചിൽ കണ്ടതുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര ഭീകരമായിട്ടുള്ള ഒരു കരച്ചിലായിരുന്നു, പൊട്ടിത്തെറിയായിരുന്നു. കാരണം അത്രമാത്രം അദ്ദേഹം ഈ യുദ്ധത്തിന്റെ ഭവിഷ്യത്തുകൾ കെടുതി അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരയായി ഒഴുകി വരികയാണ്. അതായത് ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സങ്കടം അവർക്ക് പറയാൻ കഴിയില്ല. വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു അവസരത്തിൽ അത് പറഞ്ഞാൽ തന്നെ അധികം വൈകാതെ ആ വീഡിയോ റിമൂവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ ചില ആളുകളുണ്ട്. ആളുകൾ ആരാണ് എന്നൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇവിടുത്തെ ചില ആളുകൾ ഇസ്രായേലിൽ ഒരു കുഴപ്പവുമില്ല, ടെല്ലവീവിൽ ഡാൻസ് ആണ്, ബങ്കറിനകത്ത് പാട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഏതോ കാലത്ത് പുറത്തു വന്ന ചില വീഡിയോകൾ അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ്. അവർക്കൊരു മനസുഖം, അങ്ങനെ പറഞ്ഞാൽ അവർക്കൊരു സുഖമുണ്ട്. കാരണം ഇറാനാണ് അടി കിട്ടുന്നത്, ഇസ്രായേലിനൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. എന്തായാലും യുദ്ധം ഇവിടെ ഇരു രാജ്യങ്ങൾക്കും നഷ്ടങ്ങളെ ഉണ്ടാക്കൂ. അതുപോലെ തന്നെ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ അനുഭവിക്കുന്നത് സാധാരണക്കാരാണ്, മരിച്ചു വീഴുന്നത് സാധാരണക്കാരാണ്. അല്ലാതെ യുദ്ധം തുടങ്ങിയ ആളുകളല്ല മരിച്ചു വീഴുന്നത്. യുദ്ധം തുടങ്ങിയ ഭീകരന്മാർ, യുദ്ധക്കുതിയന്മാരൊക്കെ ബങ്കറുകൾക്കടിയിൽ വളരെ സുഖമായി അവർ ജീവിക്കുന്നുണ്ട്. സാധാരണക്കാരന് ബങ്കറിൽ പോലും ഇരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ബങ്കറുകൾ പോലും തകർന്നു വീഴുകയാണ്. ഇത് സാധാരണക്കാരനെ ഇത് പറയാൻ കഴിയൂ, അവർക്ക് ഇതിന്റെ ഭവിഷ്യത്തുകളൊക്കെ അറിയാൻ കഴിയൂ. എന്നാൽ അവർക്ക് സംസാരിക്കാനും കഴിയില്ല. മറ്റൊരു വിഭാഗം ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രശ്നവും അവിടെ ഇല്ല എന്ന് പറഞ്ഞ് ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതീവ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് ഒരവസ്ഥ ഇസ്രായേലിനകത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ കഴിഞ്ഞ മണിക്കൂറുകളിലും ഇസ്രായേലിനകത്തേക്ക് വലിയ ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ മാത്രമല്ല ഇസ്രായേലിനെ ആക്രമിക്കുന്നത്, ഹിസ്ബുള്ളയുടെ ആക്രമണമാണ് ഇവിടെ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. ഇസ്രായേലും അതുപോലെ തന്നെ ലെബനോനും ഒക്കെ അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് ഹിസ്ബുള്ള വലിയ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനകത്തേക്ക് ഹിസ്ബുള്ള കടന്നു കയറി എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് 10ഓളം മെർക്കാവ ടാങ്കുകൾ ഇവിടെ ഹിസ്ബുള്ള തകർത്തു കളഞ്ഞു. ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ കരയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കരയുദ്ധത്തിൽ ഇസ്രായേലിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ തിരിച്ചടികൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ കാറ്റ്സും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും ഒക്കെ ആവർത്തിച്ച് പ്രതിജ്ഞ എടുക്കുകയാണ്. ഹിസ്ബുള്ളയെ ഒരു പാഠം പഠിപ്പിക്കും, അവരെ തീർക്കും എന്നൊക്കെയാണ് ഈ പ്രതിജ്ഞ. എന്തായാലും അവർ പ്രതിജ്ഞ എടുക്കുമ്പോൾ ഇവർ ഒരു മുഴം കൂടെ മുന്നിലെറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരേ സമയം 80ഉം 100ഉം ഒക്കെ മിസൈലുകളാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹിസ്ബുള്ള ഉപയോഗിക്കുന്നത്. എന്തായാലും ഇത് ചോദിച്ചു വാങ്ങിച്ചതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ഈ രണ്ടു പേരും ചേർന്ന് ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഇറാനെ ആക്രമിക്കാൻ, ചതിയിലൂടെ ആക്രമിക്കാൻ അവർ ഇറങ്ങിയത്. അതിനുള്ള തിരിച്ചടികളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ, ഈ കപ്പലിന് നേരെ, ഈ കപ്പൽ യുദ്ധമുഖത്തു നിന്നും മാറിയാണ് കിടക്കുന്നത്. ഇപ്പോൾ യുദ്ധത്തിൽ അത്ര സജീവമായി ഈ കപ്പൽ ഇടപെടുന്നില്ല. ഈ പടക്കപ്പൽ യുദ്ധത്തിലേക്ക് വരുന്നില്ല, യുദ്ധമുഖത്തേക്ക് വരുന്നില്ല. എന്തായാലും ഈ കപ്പലിന് നേരെ വലിയ ഒരു ആക്രമണം ക്രൂയിസ് മിസൈലുകളും അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് നടത്തി എന്നുള്ള ഒരു അവകാശവാദം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ആകാശത്ത് വലിയ കറുത്ത പുക ഉണ്ടായി, ഈ കപ്പലിൽ തീ പിടിച്ചു എന്നൊക്കെയാണ് IRGC-യുടെ അവകാശവാദം. എല്ലാ നിലക്കും അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ഒക്കെ തിരിച്ചടികൾ ശക്തമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് പറയുന്നത് ഇറാനിലെ പരമോന്നത നേതാവാകാൻ ട്രംപിനെ ആരോ ക്ഷണിച്ചത്രേ, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ട്രംപ് ഒഴിഞ്ഞു മാറി എന്നൊക്കെയാണ് പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ പരിഹാസമാണ് ട്രംപിന്റെ ഈ ഒരു വാക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ആയത്തുള്ള ട്രംപ്, ആയത്തുള്ള ട്രംപൽ കമേനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപിനെ പലരും ട്രോളുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ നേരായ രീതിയിൽ ചിന്തിക്കുന്ന, കൃത്യമായി ബ്രെയിനൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇതുപോലുള്ള അവകാശവാദങ്ങളൊന്നും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. ഈ പരമോന്നത നേതാവ് എന്ന് പറഞ്ഞാൽ ട്രംപ് ഉദ്ദേശിക്കുന്നത് പോലെ കുട്ടിക്കളിയൊന്നുമല്ല. അവിടെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്ന ആളാണ് ഈ പരമോന്നത നേതാവായി വരാറുള്ളത്. ആയത്തുൽ അലി ഖംനായുടെ മകനെ തന്നെ ആക്കണോ എന്നതിനെ കുറിച്ച് ഒരുപാട് ആലോചിച്ചിട്ടാണ് ഇറാൻ ഒരു തീരുമാനമെടുത്തത്. അതായത് മതപണ്ഡിതനായിരിക്കണം, അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുന്ന ആളായിരിക്കണം ഈ പരമോന്നത നേതാവുമായി ബന്ധപ്പെട്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ആയത്തുൽ അലി ഖംനായി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഒരു മതപണ്ഡിതനാണ്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇറാന്റെ തലപ്പത്തുണ്ടായിരുന്നത് കൊണ്ടാണ്, ഇപ്പോഴും ഉള്ളത് കൊണ്ടാണ് അവർ ആണവായുധത്തിന്റെ പുറകെ പോകാത്തത്. അത് അവരുടെ ഒരു നിലപാടാണ്. മതനിയമങ്ങൾക്ക് എതിരായത് കൊണ്ടാണ് അവർ അത്തരത്തിലൊരു നിലപാടെടുത്തത്. ഈ സാഹചര്യത്തിലാണ് ട്രംപ് ഇങ്ങനെ പൊട്ടത്തരം വിളിച്ചു പറയുന്നത്. എന്തായാലും ട്രംപ് തടി തപ്പി. ഇപ്പോൾ ഇസ്രായേൽ മാത്രമാണ് മുന്നിലുള്ളത്. ആ ഇസ്രായേൽ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഇവിടെ ട്രംപിനെയും വെറുതെ വിടുന്നില്ല, അമേരിക്കൻ ബേസുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആരാണ് ചർച്ചയ്ക്ക് ഇറങ്ങിയത്, ആരാണ് ഇവിടെ ചർച്ചയാകാമെന്ന് പറഞ്ഞത് എന്ന കാര്യമൊക്കെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൃത്യമായി ഒന്ന് നിരീക്ഷിച്ചാൽ മതി. അതായത് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് പോയപ്പോഴും ട്രംപിന്റെ ആസ്തികൾക്കു നേരെ, അല്ലെങ്കിൽ അമേരിക്കൻ ആസ്തികൾക്ക് നേരെ, അമേരിക്കൻ ബേസുകൾക്ക് നേരെ ഇറാൻ ആക്രമണം തുടരുകയാണ്. ഇറാൻ ഒരിക്കലും അവരുടെ നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. 5 ഉപാധികൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഉപാധികൾ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം ഒരു ചർച്ചയാകാം എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. ആ നിലപാട് അവർക്ക് ഇന്നും ഇന്നലെയും ഉള്ളതല്ല, നേരത്തെ തന്നെ ഉള്ള നിലപാടാണ്. ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. അതേസമയം ട്രംപ് പലതും പറഞ്ഞ് മലക്കം മറിയുന്നു. എന്തായാലും ഇവിടെ വരും ദിവസങ്ങൾ കൂടുതൽ രൂക്ഷമായ പോരാട്ടങ്ങൾ, യുദ്ധങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ, അമേരിക്കക്കെതിരെയൊക്കെ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും. ലോകരാജ്യങ്ങൾ പലതും പട്ടിണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഗ്യാസ് നമുക്ക് കിട്ടാനില്ല, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോഴും ഇവിടെ ഹോട്ടലുകളൊക്കെ ഓരോ ദിവസവും അടച്ചിടുകയാണ്. ഹോട്ടൽ തൊഴിലാളികൾ, ഹോട്ടൽ മുതലാളിമാർ അവർ ആത്മഹത്യ ചെയ്യുന്ന കാഴ്ച അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുറത്തിറങ്ങിയാൽ ഒരു ഗ്ലാസ് വെള്ളം കിട്ടാൻ, അല്ലെങ്കിൽ ഒരു ചായ കിട്ടാൻ വഴിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോളിന് ഇന്ന് 5 രൂപയിലധികം കൂടിയിട്ടുണ്ട്. അത്തരമൊരു കാഴ്ചയാണ്, അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ രൂക്ഷമാകാനേ സാധ്യതയുള്ളൂ. കാരണം പ്രതിസന്ധി അത് മൂർച്ഛിച്ചു വരികയാണ്, സംഘർഷം അത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ള അതിശക്തമായ ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തുമ്പോൾ ഹൂത്തികൾ യുദ്ധത്തിനധികം വൈകാതെ ഇറങ്ങും, ഞങ്ങൾ ഇറാനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സൗദി അറേബ്യ ഈ യുദ്ധത്തിന്റെ ഭാഗമാകുമെന്നുള്ള വാർത്ത പുറത്തു വരുമ്പോഴാണ് ഹൂത്തികൾ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ഓരോരുത്തരും അവരുടെ സമയമാകുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത്തരത്തിൽ സംഘർഷം രൂക്ഷമായാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.